പ്രിയമുള്ളവരെ, PSC ആസ്പിരൻസിനുള്ള ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം. വളരെയധികം സന്തോഷകരമായ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വ്യത്യസ്ത വകുപ്പുകളിൽ വ്യത്യസ്ത തസ്തികകളിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ അപേക്ഷ സ്വീകരിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഡിസംബറിലെ പ്രധാന പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകിയവരുടെ എണ്ണമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു പട്ടിക തന്നെ ഞാൻ നൽകിയിട്ടുണ്ട്. ആ പട്ടികയില് കാറ്റഗറി നമ്പർ, അതുപോലെ തസ്തിക, വകുപ്പ്, പരീക്ഷാ തീയതി, ടോട്ടൽ അപേക്ഷകരുടെ എണ്ണം, ഉറപ്പ് നൽകിയവരുടെ എണ്ണം, അതായത് കൺഫർമേഷൻ നൽകിയവരുടെ എണ്ണം ഈ ക്രമത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഓരോ തസ്തികക്കും അപേക്ഷ കൊടുത്തിട്ടുള്ള പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഈ പട്ടിക പരിശോധിച്ചിട്ട് നിങ്ങൾ അപേക്ഷിച്ചിട്ടുള്ള തസ്തികൾക്ക് എത്ര പേരാണ് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത്, ഉറപ്പ് നൽകിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയാൽ വളരെ ഉപകാരമായിരിക്കും നിങ്ങൾക്ക്. അതുപോലെ പരീക്ഷാ തീയതിയും ഇതിനകത്ത് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്തരം അറിവുകൾ നമുക്ക് വളരെ പ്രയോജനകരമാണ്. കാരണം നമ്മുടെ ഈ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ഓഫ് മാർക്ക് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ കട്ട് ഓഫ് മാർക്കിന് നിർണ്ണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എത്ര പേര് പരീക്ഷ എഴുതി. അതായത് ഉറപ്പ് നൽകിയവരായിരിക്കുമല്ലോ പരീക്ഷ എഴുതിയ സ്വാഭാവികമായിട്ട്. അതിൽ തന്നെ കുറച്ചുപേര് എഴുതാത്തതുണ്ടാവും. അപ്പം ടോട്ടൽ അപേക്ഷകർ എത്ര ഉണ്ട്, ഉറപ്പ് നൽകിയവരുടെ എണ്ണം എത്ര എന്നൊക്കെ അറിയുന്നത് നല്ലതാണ്. കൃത്യമായിട്ട് പരീക്ഷാ തീയതി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ പട്ടിക ഒന്ന് പരിശോധിക്കുക. ഓക്കെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ധാരാളം ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 22ഓളം തസ്തികകളുടെ എക്സാമുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നമ്മളിപ്പോൾ പങ്കുവച്ചിട്ടുള്ളത്. അപ്പം എക്സാമിൻ്റെ ഡേറ്റ് കിട്ടി. അപ്പം എന്തായാലും ഇതേവരെ പഠനം തുടങ്ങിയില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പഠനം തുടങ്ങുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. എക്സാമിൻ്റെ ഡേറ്റ് ഒന്നും വരെ കാത്തിരിക്കാൻ പാടില്ലാത്തതാണ്. ശരിക്കും നമ്മൾ നോട്ടിഫിക്കേഷൻ വന്ന അന്നോട്ടെങ്കിലും എക്സാമിന് പ്രിപ്പയർ ചെയ്യണം. അതിന് മുമ്പേ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാംസ് ആണ് എല്ലാ എക്സാംസും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ വളരെ പ്രധാനമാണ്. അപ്പം നമ്മളൊരു ഒബ്ജക്റ്റീവ് നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ഒരു ടൈം ടേബിളൊക്കെ ഉണ്ടാക്കിയിട്ട് കൃത്യമായിട്ടൊരു പ്ലാനിംഗ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ബന്ധപ്പെട്ട നമ്മുടെ തസ്തികയുടെ സിലബസ് ഒക്കെ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കറക്റ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് മോക്ക് ടെസ്റ്റൊക്കെ നടത്തി അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പം അത്തരത്തിലുള്ളൊരു പ്രിപ്പറേഷൻ ആണ് നമുക്ക് ആവശ്യം. അപ്പം അതിനു വേണ്ടി എല്ലാവരും പരിശ്രമിക്കുക. പിന്നെ കൂടാതെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാവും. കാരണം ഇത്രയും തസ്തികകളുടെ വിവരങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട എൻ്റെ വ്യൂവേഴ്സ് ഈ വീഡിയോ പരമാവധി ഉദ്യോഗാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഗ്രൂപ്പുകളിലും പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന വ്യക്തികൾക്കും ഒക്കെ ഇത് ഷെയർ ചെയ്യണമെന്ന് കൂടി അറിയിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള ലേറ്റസ്റ്റ് PSC അപ്ഡേറ്റ്സ് യഥാസമയം കാണുവാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. ഓക്കെ, ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസിൽ വീണ്ടും കാണാം. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ജയ് ഹിന്ദ്.